ഭർത്താവിന് വേണ്ടി തൻ്റെ ശരീരവും ഭർത്താവിൻ്റെ സമ്പത്തും കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം ഒരു നല്ല ഭാര്യ. ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒരു നല്ല സ്ത്രീ അല്ലാഹു കാത്തു സൂക്ഷിക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കുന്നവളായിരിക്കണം. അവളുടെ ഭർത്താവിന് ഇഷ്ടമില്ലാത്തവരെ വീട്ടിലേക്കോ റൂമിലേക്കോ കയറ്റാൻ പോലും പാടില്ല, വീട്ടിൽ കയറ്റി ഇരുത്താൻ പോലും പാടില്ല. എങ്കിൽ പിന്നെ അത്തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് എത്രമാത്രം മോശമായ കാര്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ സമ്പത്തിനെ ധൂർത്തടിക്കുന്ന, ഭർത്താവിൻ്റെ പണത്തെ സംബന്ധിച്ചോ വരുമാനത്തെക്കുറിച്ചോ ചിന്തിക്കാത്ത സ്ത്രീകൾ നല്ല സ്ത്രീകളല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അയൽപക്കത്തേക്ക് നോക്കി, കൂട്ടുകാരുടെ ഭർത്താവിനെ നോക്കി, അയൽപക്കത്തെ ഭർത്താവിനെ നോക്കി, പണമുള്ള ഭർത്താക്കന്മാർ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് അതുപോലെ എനിക്കും വേണമെന്ന് വാശി പിടിക്കുന്ന സ്ത്രീകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻളുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻളുറു ഇലാ മൻ ഹുവ ഫൗഖകും വഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ, നിങ്ങളെക്കാൾ മേലെയുള്ളവരിലേക്കല്ല. അല്ലാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കാൻ, അതാണ് നിങ്ങൾക്ക് ഖൈറ്. തൻ്റെ ഭർത്താവിൻ്റെ നന്മകളെ പലപ്പോഴും മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ പല സ്ത്രീകൾക്കും കാണാൻ കഴിയില്ല. എന്നാൽ തന്നേക്കാൾ താഴെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ഭർത്താവ് എത്ര വലുതാണ് എന്ന് മനസ്സിലാകുന്നത്. ആ നിലക്കൊക്കെ ചിന്തിച്ചുകൊണ്ടും ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ടുമായിരിക്കണം ഒരു സ്ത്രീ ജീവിക്കേണ്ടത് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.